കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു 4 PM ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റ്. സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച്, അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ്, ബഹ്റിൻ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റൽസ് ആൻഡ് ക്ലിനിക്സ്. നമസ്കാരം. ഇന്ന് 2025 ജനുവരി 25 ശനിയാഴ്ച 4 PM ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ബഹ്റിൻ രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫ ഫ്രാൻസ് സന്ദർശനം പൂർത്തിയാക്കി ബഹ്റിനിലേക്ക് മടങ്ങി. ഫ്രഞ്ച് പ്രസിഡന്റിന്റെ ക്ഷണം സ്വീകരിച്ച് ഫ്രാൻസ് സന്ദർശിച്ച ബഹ്റിൻ രാജാവിന് ഊഷ്മള സ്വീകരണമാണ് ലഭിച്ചത്. പ്രസിഡന്റ് ഇമ്മാനുവേൽ മാക്രോണിന്റെ നേതൃത്വത്തിൽ എലിസി കൊട്ടാരത്തിൽ ബഹ്റിൻ രാജാവിനെ ഔദ്യോഗിക ചടങ്ങോടെയാണ് സ്വീകരിച്ചത്. സന്ദർശന വേളയിൽ ഹമദ് രാജാവ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവേൽ മാക്രോണുമായി പ്രത്യേക ചർച്ച നടത്തിയിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വികസിപ്പിക്കുക, എല്ലാ മേഖലകളിലും സഹകരണം വിപുലീകരിക്കുക തുടങ്ങിയ വിഷയങ്ങളും പുതിയ പ്രാദേശിക അന്തർദേശീയ സംഭവവികാസങ്ങളും നേതാക്കൾ ചർച്ച ചെയ്തു. ഇന്ത്യൻ സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് ഇസ ടൗൺ ക്യാമ്പസിൽ തുടക്കം കുറിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ വിദ്യാഭ്യാസ ആസൂത്രണ ലൈസൻസിംഗ് അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി ഡോക്ടർ സന സയ്യിദ് അബ്ദുള്ള അൽ ഹദ്ദാദ്, ഇന്ത്യൻ അംബാസിഡർ വിനോദ് കെ ജേക്കബ്, വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ സ്വകാര്യ വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് ഡയറക്ടർ ലുലുവ ഗസൻ അൽ മെഹന്ന എന്നിവർ സന്നിഹിതരായിരുന്നു. ബിസിനസ് പ്രമുഖരായ ലാൽചന്ദ് ഗജരിയ, ബാബു കേവൽറാം, നെവിൻ മെക്ചിയാനി എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ വർഗീസ് അധ്യക്ഷത വഹിച്ചു. ഘോഷയാത്രയോടെ ആരംഭിച്ച ഉദ്ഘാടന ചടങ്ങിൽ 11ാം ക്ലാസ് വിദ്യാർത്ഥി ജോഹാൻ ജോൺസൺ ടൈറ്റസ് രൂപകൽപ്പന ചെയ്ത പ്ലാറ്റിനം ജൂബിലി ലോഗോ പ്രകാശനം ചെയ്തു. പ്ലാറ്റിനം ജൂബിലി സംഘാടക സമിതി ചെയർമാൻ പ്രിൻസസ് നടരാജൻ 1 വർഷം നീണ്ടുനിൽക്കുന്ന ആഘോഷങ്ങൾക്കായി ആസൂത്രണം ചെയ്തിട്ടുള്ള പരിപാടികളുടെയും പ്രവർത്തനങ്ങളുടെയും ഒരു രൂപരേഖ അവതരിപ്പിച്ചു. ആലക് പെയിന്റിംഗ് മത്സരം, വിദ്യാഭ്യാസ കോൺക്ലേവ്, സംഗീത കച്ചേരി, സാഹിത്യോത്സവം, നൃത്തപ്രകടനം, ആഗോളപൂർവ്വ വിദ്യാർത്ഥി സംഗമം എന്നിവയും സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി ലക്ഷ്യമിട്ടുള്ള പ്രധാന പദ്ധതികളും 1 വർഷത്തിനകം നടപ്പാക്കും. 11ാം ക്ലാസ് വിദ്യാർത്ഥികളായ മാധവ് മനോഹർ, ജോനാഥൻ എബ്രഹാം ദിൽസൺ എന്നിവർ ഒരുക്കിയ വീഡിയോ പ്രദർശനം, ഗോൾഡൻ ഗോഡിൻ എടച്ചേരിൽ ഒരുക്കിയ ലോഗോ ആനിമേഷൻ, പൂർവ്വ വിദ്യാർത്ഥിനി ബീന ബാബു നൃത്ത സംവിധാനം നിർവഹിച്ച ഫ്ലാഷ് മോബ് എന്നിവയും നടന്നു. ജൂനിയർ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച അറബിക് നൃത്തം, ജൂനിയർ വിംഗ് പ്രിൻസിപ്പൽ പമേല സേവ്യർ രചിച്ച ജീവനക്കാർ ആലപിച്ച ഗാനം എന്നിവയും ശ്രദ്ധേയമായി. പ്രിൻസിപ്പൽ VR പളനിസ്വാമി സ്വാഗതവും സെക്രട്ടറി വി രാജപാണ്ഡ്യൻ നന്ദിയും പറഞ്ഞു. കോഴിക്കോട് ജില്ലാ പ്രവാസി ഫോറം 76ാമത് ഇന്ത്യൻ റിപ്പബ്ലിക് ദിനത്തിന്റെ ഭാഗമായി സൽമാനിയ സെൻട്രൽ ബ്ലഡ് ബാങ്കിന്റെ സഹായത്തോടെ രക്തം നൽകൂ ജീവൻ നൽകൂ എന്ന ആപ്തവാക്യത്തോടെ 8ാമത് രക്തദാന ക്യാമ്പ് നടത്തി. 100ൽ പരം ആളുകൾ പങ്കെടുത്ത ക്യാമ്പിന് ജനറൽ സെക്രട്ടറി അരുൺ പ്രകാശ് സ്വാഗതം ആശംസിച്ചു. പ്രസിഡന്റ് സുധീർ തിരുനിലത്ത് അധ്യക്ഷനായ ചടങ്ങ് ബഹ്റിൻ പാർലമെന്റ് അംഗം ഡോക്ടർ ഹസൻ ഈദ് ബുക്കമസ് ഉദ്ഘാടനം ചെയ്തു. സൽമാനിയ ആശുപത്രി പ്രതിനിധി സക്ന സയ്യിദ് അൽ ഗനാമി, സ്മിത സുജു എന്നിവർ പങ്കെടുത്ത പരിപാടിയിൽ രക്ഷാധികാരികളായ KT സലീം, ജമാൽ കുറ്റിക്കാട്ടിൽ, അസിസ്റ്റന്റ് ട്രഷറർ സുജീഷ് മാടായി എന്നിവർ ആശംസകൾ നേർന്നു. വനിതാ വിഭാഗം കൺവീനർ സജിന ഷാനൂഖ് നിയന്ത്രിച്ച ചടങ്ങിന് ചാരിറ്റി വിംഗ് കൺവീനർ സജിത് വെള്ളിക്കുളങ്ങര നന്ദി രേഖപ്പെടുത്തി. അടിയന്തര ഘട്ടങ്ങളിൽ രക്തം ആവശ്യമുള്ളവർക്ക് 36270501 എന്ന നമ്പറിൽ ബന്ധപ്പെടാമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ബഹ്റിനിലെ മലയാളി കൂട്ടായ്മയായ ബഹ്റിൻ മലയാളി കുടുംബത്തിന്റെ ആഭിമുഖ്യത്തിൽ നില 2025 പുതുവത്സരാഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നു. ജനുവരി 31 സെഗയിലുള്ള KCA ഹാളിൽ വെച്ച് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ പ്രശസ്ത പിന്നണി ഗായിക ദുർഗ വിശ്വനാഥ് നയിക്കുന്ന സംഗീത നിശയും അരങ്ങേറും. ചടങ്ങിൽ ജീവകാരുണ്യ സാമൂഹിക പ്രവർത്തനങ്ങൾ പരിഗണിച്ച് BMK പീസ് മെസഞ്ചർ അവാർഡ് 2025 സാമൂഹിക പ്രവർത്തകൻ ഡോക്ടർ സലാം മമ്പാട്ടുമൂലയ്ക്ക് സമ്മാനിക്കും. സഹൃദയ പയ്യന്നൂർ നാടൻപാട്ട് സംഘം അവതരിപ്പിക്കുന്ന നാടൻ പാട്ടുകളും ബഹ്റിനിലെ പ്രമുഖ കലാകാരന്മാർ അവതരിപ്പിക്കുന്ന സംഗീത നൃത്ത പരിപാടികളും ആഘോഷ പരിപാടികൾക്ക് മിഴിവേകും. ചടങ്ങിനോടനുബന്ധിച്ച് കിംസ് ഹോസ്പിറ്റൽ ഉമ്മൽ ഹസവുമായി സഹകരിച്ച് സംഘടിപ്പിക്കുന്ന സൗജന്യ വൈദ്യപരിശോധനാ ക്യാമ്പും ഉണ്ടായിരിക്കുമെന്ന് പ്രസിഡന്റ് ധന്യ സുരേഷ്, വൈസ് പ്രസിഡന്റ് ബാബു MK, സെക്രട്ടറി പ്രജിത് പീതാംബരൻ, ട്രഷറർ ലിതുൻ കുമാർ, എന്റർടൈൻമെന്റ് സെക്രട്ടറി MSP നായർ എന്നിവർ അറിയിച്ചു.
രാവിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലുലു മണി, സ്നേഹപൂർവ്വം. ശ്രീനാരായണ കൾച്ചർ സൊസൈറ്റി ഭാരതീയം എന്ന ശീർഷകത്തിൽ ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച ക്വിസ് മത്സരത്തിന്റെ പ്രാഥമിക റൗണ്ട് പൂർത്തിയായി. ഇന്നലെ രാവിലെ നടത്തിയ പ്രാഥമിക റൗണ്ടിൽ 40 പേരാണ് പങ്കെടുത്തത്. മത്സരത്തിന്റെ അവസാന റൗണ്ടിലേക്ക് 10 പേരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ജനുവരി 31-നാണ് ഫൈനൽ മത്സരം നടക്കുന്നത്. ബഹ്റിനിലെ കലാകായിക കൂട്ടായ്മയായ ടീം ശ്രേഷ്ഠ ബഹ്റിൻ നടത്തിവരുന്ന ഭക്ഷണ വിതരണം ഗുദൈബിയ, ബുസൈറ്റിൻ, ബുദയ്യ, ടൂബ്ലി, ജുഫൈർ, ഉമ്മൽഹസം എന്നിവിടങ്ങളിൽ നടന്നു. വരും മാസങ്ങളിൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഭക്ഷണ കിറ്റുകൾ എത്തിക്കുമെന്ന് ടീം ശ്രേഷ്ഠ ബഹ്റിൻ അറിയിച്ചു. 1,30,000 ദിനാറിന്റെ തട്ടിപ്പ് നടത്തി മലയാളി അക്കൗണ്ടന്റുമാർ. തിരുവനന്തപുരം സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള സ്റ്റീൽ ആൻഡ് ഫാബ്രിക്കേഷൻ കോൺട്രാക്ടിംഗ് കമ്പനിയിൽ 2017 മുതൽ ജോലി ചെയ്തു വന്നിരുന്ന തിരുവനന്തപുരം, ആലപ്പുഴ സ്വദേശികളാണ് തട്ടിപ്പ് നടത്തിയത്. ഇതിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തതായും മറ്റേയാൾ രാജ്യം വിട്ടതുമായാണ് വിവരം. സാലറി ഇനത്തിലും മറ്റുമായി കണക്കുകളിൽ അധിക തുക എഴുതി ചേർത്താണ് തട്ടിപ്പ് നടത്തിയത്. മാസം 2000 മുതൽ 2500 ദിനാർ വരെ അധികമായി എഴുതി ചേർത്തെന്നാണ് കണ്ടെത്തൽ. ഇതിനു പുറമെ കമ്പനിയിലെ സപ്ലയർമാരുമായി നടത്തിയ ഇടപാടുകളും മറ്റ് സെയിൽ വിവരങ്ങളും അടക്കം 2017 മുതലുള്ള ഇരുവരും കൈകാര്യം ചെയ്ത എല്ലാ കണക്കുകളും പരിശോധിച്ചു വരികയാണ്. തട്ടിയെടുത്ത തുക ഇനിയും കൂടാമെന്നാണ് വിലയിരുത്തൽ. സ്ഥാപന ഉടമയുടെ പരാതിയിൽ റിഫ പോലീസാണ് അന്വേഷണം നടത്തുന്നത്.